പരസ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിന് എന്താണ് സംഭവിച്ചത്? വർഷത്തിൽ 1000 കോടി രൂപ ബിസിനസ് ചെയ്തിരുന്ന അറ്റ്ലസിനെ ചതിച്ചതാര്? എന്തുകൊണ്ടാണ് ഇയാളെ ദുബായ് പോലീസ് ജയിലിലാക്കിയത്? ഇത്രയും വലിയൊരു ബിസിനസ് എങ്ങനെ ഇല്ലാതായി? ആദ്യം നമുക്ക് ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചു എന്ന് നോക്കാം. 1942 ജൂലൈ തൃശൂരിലാണ് M.M. രാമചന്ദ്രൻ ജനിച്ചത്. 8 മക്കളിൽ മൂന്നാമനായിരുന്നു അറ്റ്ലസ്. അറ്റ്ലസ് എന്ന പേര് എങ്ങനെ വന്നുവെന്ന് പതിയെ അറിയാം. അറ്റ്ലസ് പഠിത്തത്തിലൊക്കെ നല്ലതായിരുന്നത് കാരണം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. അങ്ങനെ ഉടനെ തന്നെ കാനറ ബാങ്കിൽ ജോലി കിട്ടി. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റ്ലസിന് ട്രാവൻകോർ ബാങ്കിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊരു ബെറ്റർ ഓപ്ഷൻ ആയതുകൊണ്ട് അറ്റ്ലസ് ട്രാവൻകോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെറും ഒരു ഫീൽഡ് ഓഫീസർ ആയിട്ടാണ് ജോലി തുടങ്ങിയത്. പിന്നെ പതിയെ അക്കൗണ്ടന്റ് സ്ഥാനത്തിലേക്ക് മാറി. പിന്നീട് മാനേജറായി. അങ്ങനെ ടോട്ടൽ 8 വർഷത്തിനുള്ളിൽ അറ്റ്ലസ് 100 ബ്രാഞ്ചസിന്റെ സൂപ്പർ ഇന്റൻഡന്റ് ആയി മാറി. അറ്റ്ലസിന് ഇവിടെ വെച്ച് നിർത്തണമെന്നുണ്ടായില്ല. അതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായി കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. ഇതായിരുന്നു അറ്റ്ലസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അറ്റ്ലസ് ആദ്യമായിട്ട് കുവൈറ്റിൽ ലാൻഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരെ പോലെ ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം കുവൈറ്റ് ബാങ്കിൽ ഓൾറെഡി ഒരു മാനേജർ പൊസിഷൻ കിട്ടിയായിരുന്നു. കുവൈറ്റ് ബാങ്കിൽ സാലറി നന്നായി കിട്ടുന്നുണ്ടെങ്കിലും അവിടുത്തെ ജോലി വളരെ സ്ട്രെസ്ഫുള്ളും ഡിഫിക്കൽട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് അറ്റ്ലസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. പുറത്ത് ഭയങ്കര വലിയൊരു ആൾക്കൂട്ടം. ഇതൊരു ജ്വല്ലറി സ്റ്റോറിന്റെ മുന്നിലായിരുന്നു. അവിടുത്തെ ഒരാളോട് എന്തിനാ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഗോൾഡിന്റെ വില കുറഞ്ഞത് അറിഞ്ഞില്ലേ എന്ന്, വേഗം പോയി ഗോൾഡ് മേടിക്കാം. അപ്പോഴാണ് അറ്റ്ലസിന്റെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ വന്നത്. അറ്റ്ലസ് വിചാരിച്ചു, എന്തായാലും കുവൈറ്റ് ബാങ്കിൽ ഇത്രയും പണിയെടുക്കുന്നുണ്ട്, അപ്പോ എന്തുകൊണ്ട് ഈ പണിയൊക്കെ സ്വന്തം ബിസിനസ്സിലേക്ക് ചെയ്തുകൂടാ? അപ്പോ അറ്റ്ലസ് ഒന്നും നോക്കിയില്ല, കുവൈറ്റിലെ ജോലി രാജിവെച്ചു, സ്വന്തം ഗോൾഡ് ഷോറൂം തുടങ്ങാൻ വേണ്ടി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായി. കുവൈറ്റിൽ ഗോൾഡ് വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഈ ലൈസൻസ് ആണെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോ അറ്റ്ലസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ള കണക്ഷൻസ് വെച്ച് ഒരു കുവൈറ്റി സിറ്റിസന്റെ കയ്യിൽ നിന്ന് ആ ലൈസൻസ് മേടിച്ചെടുത്തു. ഇങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ അറ്റ്ലസ് ജ്വല്ലറി 1981 ആരംഭിച്ചത്. അറ്റ്ലസ് എന്ന പേര് ഒരു പാലസ്തീനിയൻ വർക്കർ സജസ്റ്റ് ചെയ്തതായിരുന്നു. ആദ്യത്തെ സ്റ്റോർ തന്നെ വലിയ സക്സസ് ആയിരുന്നു. അങ്ങനെ പതിയെ ഒമാൻ, ഖത്തർ, സൗദി, ബഹ്റൈൻ ഇവിടെയെല്ലാം മുഴുവൻ 41 സ്റ്റോറുകളായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ 7 എണ്ണം. ഇത്രയും വലിയ സക്സസിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അറ്റ്ലസിന്റെ ഗോൾഡും വേറെ കടകളുടെ ഗോൾഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ 91.6% മാത്രം ഗോൾഡും ബാക്കി മെറ്റൽസ് ആയിരിക്കും. പക്ഷേ അറ്റ്ലസിന്റെ ഇതിൽ 92% ഗോൾഡ് ആയിരുന്നു. ഇത് കാരണം അറ്റ്ലസിന്റെ കസ്റ്റമേഴ്സ് ഗോൾഡ് വിൽക്കാൻ പോകുമ്പോൾ കടക്കാർക്ക് ഒരു വിശ്വാസമുണ്ടായി. അറ്റ്ലസിന്റെ ഗോൾഡ് ആണെങ്കിൽ അവര് ഒരച്ചു പോലും നോക്കില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആയിരുന്നു അറ്റ്ലസിന്റേത്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി എങ്ങനെയാണ് ഇല്ലാതായത്? എല്ലാം നന്നായി പോകുന്ന സമയത്താണ് ഗൾഫ് വാർ സംഭവിച്ചത്. വാർ നടക്കുന്ന സമയം നോക്കി കള്ളന്മാർ അറ്റ്ലസിന്റെ കടയിൽ കയറി കൊള്ളയടിച്ചു. കോടികളുടെ നഷ്ടമാണ് ആ ഒരു ഒറ്റ രാത്രിയിൽ അറ്റ്ലസിന് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അറ്റ്ലസ് ഫ്യൂച്ചറിൽ കുറെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു, ആക്ട് ചെയ്തു, ഡയറക്റ്റും ചെയ്തു. അതേസമയം കമ്പനി വർഷത്തിൽ 1000 കോടി രൂപയാണ് ബിസിനസ് ചെയ്തത്. ഗൾഫ് വാറൊക്കെ അറ്റ്ലസിന് ഒരു ചെറിയ കാര്യമായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള പ്രശ്നം വന്നത് 2015 പതിവില്ലാത്ത ഒരു ബാക്ക് പെയിൻ കാരണം അറ്റ്ലസ് ഓഫീസിൽ നിന്നും നേരത്തെ വീട്ടിലെത്തി റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അന്ന് രാത്രി 2 അറബിക് പോലീസ് ഓഫീസേഴ്സ് വീട്ടിൽ വന്നു. എന്നിട്ട് അറ്റ്ലസിനോട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ദുബായ് പോലീസ് അറ്റ്ലസിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ 22 ബാങ്കുകളും 6 അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരും ചേർന്ന് അറ്റ്ലസിനെതിരെ കേസ് കൊടുത്തു. 1000 കോടിയുടെ ലോൺ അടയ്ക്കാൻ വെറും ഒരാഴ്ച ലേറ്റ് ആയതാണ് മെയിൻ റീസൺ. ഇങ്ങനത്തെ ലോണുകൾ വലിയ കമ്പനീസിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കേസിൽ ബാങ്ക് പെട്ടെന്ന് ലോൺ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ക്യാഷ് തിരിച്ചടയ്ക്കാൻ പറഞ്ഞു. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇതിന്റെ പിന്നിൽ വേറെയും കുറച്ച് കളികൾ ഉണ്ടെന്നാണ് അറ്റ്ലസ് സ്വയം പറഞ്ഞത്. മുഴുവൻ കാര്യം അറ്റ്ലസ് എന്ന് പണ്ടത്തെ നിലയിലെത്തുന്നോ അന്ന് പറയാമെന്നാണ് പറഞ്ഞത്. നോർമലി ഇങ്ങനത്തെ കേസൊക്കെ സിവിൽ കേസായിട്ടാണ് കൂട്ടാറ്. പക്ഷേ അറബ് കൺട്രീസിൽ ഇതൊരു ക്രിമിനൽ കേസാണ്. അറ്റ്ലസ് ജയിലിലായപ്പോൾ തന്നെ അയാളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാം രാജ്യം വിട്ടുപോയി. അങ്ങനെ ഇത്രയും വലിയ ലോൺ അറ്റ്ലസിന്റെ മാത്രം പ്രശ്നമായി മാറി. അറ്റ്ലസ് ജയിലിലായതുകൊണ്ട് പുറത്തുള്ള വൈഫ് ഇന്ദുവാണ് ക്യാഷ് എല്ലാം അറേഞ്ച് ചെയ്തത്. ഇതിനു വേണ്ടി കടകൾ ഓരോന്നായി വിൽക്കേണ്ടി വന്നു, അതും നഷ്ടത്തിൽ. ഒരു ഒറ്റ കടയുടെ റെന്റ് തന്നെ 1.4 മില്യൺ ദിർഹമായിരുന്നു.
ഇവർക്കാണെങ്കിൽ ടോട്ടൽ 41 കടകളും ഉള്ളതെല്ലാം വിറ്റ് എംപ്ലോയീസിന് കൊടുക്കാനുള്ളതെല്ലാം തീർത്തു. എന്നാലും 1000 കോടിയുടെ ലോൺ അടയ്ക്കാൻ അവർക്ക് ബാക്കിയുണ്ടായി. അറ്റ്ലസ് 3 വർഷം ജയിലിൽ കിടന്നു. മീഡിയ ആണെങ്കിൽ അറ്റ്ലസിനെ പറ്റി തെറ്റായ ന്യൂസ് പുറത്തുവിടായിരുന്നു. അറ്റ്ലസ് ബാങ്കിനെ പറ്റിച്ച പോലെയാണ് പറഞ്ഞത്. ഇതെല്ലാം അറ്റ്ലസിന്റെ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ കേരള ഗവൺമെന്റും ദുബായ് ജയിലും ചേർന്ന് ഒരു ഡീൽ നടത്തി. അറ്റ്ലസ് ജയിലിലാണെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ പോസിബിൾ അല്ലെന്ന് ബാങ്കിന് മനസ്സിലായി. അതുകൊണ്ട് അറ്റ്ലസിന് എല്ലാ ലോണും തിരിച്ചടയ്ക്കാൻ ഗ്യാരണ്ടി തരാൻ കഴിയുമെങ്കിൽ അറ്റ്ലസിനെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2018 അറ്റ്ലസ് പുറത്തിറങ്ങിയത്. എന്നിട്ട് കയ്യിലുള്ളതെല്ലാം വിറ്റ് കടം തീർക്കാൻ ശ്രമിച്ചു. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റൽസ്, ഗോൾഡ്, ഡയമണ്ട്സ് ഇതെല്ലാം വിറ്റു. പക്ഷേ അറ്റ്ലസിന് മുഴുവൻ തുക ഇന്നുവരെ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. 2022 ഒക്ടോബറിൽ അറ്റ്ലസ് ദുബായ് ഹോസ്പിറ്റലിൽ അന്തരിച്ചു. വർഷത്തിൽ 1000 കോടിയുടെ ബിസിനസ് ചെയ്തിരുന്ന കമ്പനി എന്നേക്കുമായി ഇല്ലാതായി. കൈരളി TMT സ്റ്റീൽ ബാസിന് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.